ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അനിരുദ്ധും അതുപോലെ തന്നെ അനന്യയും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അവർ പറയുന്നത് മുഴുവനും അനന്യ തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുകയാണ്. എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടണം അനി. ദേ ഈ മാറിൽ ചൂടേറ്റിട്ടാണ് അവൾ ഇതുവരെ ഉറങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്കങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അനിരുദ്ധ് പറഞ്ഞു, അതെ അനന്യ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. കുഞ്ഞിനെ വെറുതെ നമ്മൾ കുറച്ചു കാലം വളർത്തി, അത്ര മാത്രമേ ഉള്ളൂ. കുഞ്ഞ് പ്രതീക്ഷിന്റെ മാത്രം കുഞ്ഞാണ്. ആ കാര്യം നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ല. അനിരുദ്ധാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനന്യ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നേ ഇല്ല. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലോ അച്ഛമ്മയുടെ ഒരു നിലവിളി ശബ്ദമാണ് കേൾക്കുന്നത്. അനന്യെ ഓടി വായോ എന്നും പറഞ്ഞ് സരസ്വതി അമ്മയാണെങ്കിൽ കരയുകയാണ്. അപ്പം അച്ഛമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ഇവർ രണ്ടുപേരും ഓടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്ര അവിടെ വീണ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം സുമിത്രയോടൊപ്പം പൂജയും അതുപോലെ തന്നെ സരസ്വതി അമ്മയും ഒക്കെ സുമിത്രയെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും സുമിത്ര അനക്കം ഇല്ലാതെ കിടക്കുകയാണ്. അപ്പം ഇത് കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രതീക്ഷ അല്ല അനിരുദ്ധ ഡോക്ടറാണല്ലോ. അനിരുദ്ധ് നമ്മുടെ സുമിത്രയെ ഒന്ന് പരിശോധിച്ചു. അപ്പം എന്തോ BP-യുടെ പ്രോബ്ലം ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അനിരുദ്ധ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഏട്ടാ ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, അമ്മയുടെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പൂജയാണെങ്കിൽ ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ സുമിത്രയും കൂട്ടിയിട്ട് ഇവരൊക്കെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ പ്രതീഷ് കുഞ്ഞിനോട് പറഞ്ഞു, മോളെ ദേ രാത്രിയായി, ഇനി നമുക്ക് ഉറങ്ങിയാലോ. ഇന്ന് മോള് ദേ അച്ഛൻ്റെ കൂടെയാണ് കിടന്ന് ഉറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിന് ഇതെൻ്റെ അച്ഛനല്ലല്ലോ, ഇതെൻ്റെ ചെറിയച്ഛനല്ലേ, എൻ്റെ അച്ഛൻ എൻ്റെ ഡാഡിയാണ് എന്നും പറഞ്ഞ് കുഞ്ഞാണെങ്കിൽ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ പ്രതീക്ഷ പറഞ്ഞു, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാനാണ് നിന്റെ അച്ഛനെന്ന്, അവരൊന്നും നിന്റെ ആരുമല്ല എന്നും പറഞ്ഞ് പ്രതീക്ഷ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും കൊച്ചു കരയാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞിൻ്റെ ഈ ഒരു കരച്ചിലൊക്കെ കണ്ടു പ്രതീക്ഷ കുറച്ച് ചൂടാകുകയും ചെയ്തത് കൊണ്ട് പ്രതീക്ഷിന് ഒരു മനസ്സമാധാനം ഇല്ല. അങ്ങനെ അവൻ ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. കുറച്ചു നേരം അപ്പുറം മാറി നിന്ന് തിരികെ വന്നിട്ട് സ്വരമോളെ അന്വേഷിക്കുന്ന സമയം കൊച്ചു ആ സമയത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അപ്പം പ്രതീക്ഷ ആണെങ്കിൽ അവിടെ ചുറ്റുപാടും കുഞ്ഞിനെ നോക്കിയിട്ട് കൊച്ചിനെ കാണുന്നേ ഇല്ല. അങ്ങനെ അവൻ ഗേറ്റ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും ഗേറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ വേഗം വണ്ടിയൊക്കെ എടുത്ത് കൊച്ചിനെ അന്വേഷിച്ച് പ്രതീക്ഷ പിന്നാലെ പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ സുമിത്രയെ അവരെല്ലാവരും കൂടെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അങ്ങനെ സുമിത്ര അവിടെ ICU റൂമിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സമയത്ത് ഡോക്ടർ അത് പരിശോധിക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഡോക്ടറിന് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ അനിരുദ്ധ് ഒരു ഡോക്ടറാണല്ലോ, ഇത് പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഇത് BP കൂടിപ്പോയതാണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, വീട്ടിലെന്താ ഇത്ര വലിയ ടെൻഷൻ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കിനും അത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഡോക്ടറെ, അമ്മയ്ക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് പൂജ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അമ്മ 6 വർഷക്കാലത്തോളം കോമയിലായിരുന്നു എന്നുള്ള കാര്യവും ഇവൻ അവിടെ വെച്ചിങ്ങനെ പറയുക. ഇപ്പം എന്തായാലും പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുമെന്നും പറഞ്ഞ് ഡോക്ടർ പ്രത്യേകം നമ്മുടെ അനിരുദ്ധിനെ അവരുടെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണ്. ഈ സമയം നമ്മുടെ പ്രതീക്ഷ ആണെങ്കിലോ പ്രതീക്ഷ കൊച്ചിനെയും അന്വേഷിച്ച് റോഡ് തോറും ഇങ്ങനെ നടക്കുക. അപ്പം വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് തന്നെ കുഞ്ഞിനെ നോക്കാവുന്ന സ്ഥലത്തൊക്കെ അവൻ നോക്കുന്നുമുണ്ട്. അങ്ങനെ എങ്ങും കാണുന്നില്ല. ആ സമയം നമ്മുടെ കുഞ്ഞാണെങ്കിലോ ഓടി ഓടി അങ്ങ് പോകുന്ന സമയത്ത് 2 ഓട്ടോക്കാര് കൊച്ചിന് പിന്നാലെ കൂടുക. അപ്പൊ കൊച്ചിനെ അവരൊരു ഘട്ടം വരുമ്പോഴത്തേക്കിനും ചേസ് ചെയ്ത് പിടിക്കുന്നുമുണ്ട്. അതാരാണോ ആവോ, അതൊക്കെ ഇനി വഴിയേ അറിയാം. അങ്ങനെ കുഞ്ഞ് പേടിച്ച് വരണ്ട് നിൽക്കുന്നത് കാണിക്കുകയാണ്. പിന്നീടാണെങ്കിൽ പ്രതീക്ഷ എല്ലായിടത്തും അവൾ പോവാൻ സാധ്യതയുള്ള ആ വഴികളിലൂടെയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിനും കൊച്ചിനെ കാണുന്നില്ല. ഇനി ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, ശ്രീനിലയത്തിലേക്ക് ചെന്ന് നോക്കാന്നും പറഞ്ഞ് പ്രതീക്ഷ അവന്റെ വണ്ടി എടുത്ത് ശ്രീനിലയത്തിൽ എത്തുകയാണ്. അവിടെ വരുമ്പോഴാണെങ്കിലോ നമ്മുടെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ സരസ്വതി അമ്മ വന്ന പാടെ തന്നെ പ്രതീഷിനോട് പറഞ്ഞു, മോനേടാ കുഞ്ഞെന്തേ, കുഞ്ഞ് നിന്റെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്,
അച്ഛമ്മ അത് അത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ തപ്പി കളിക്കുമ്പോഴത്തേക്കിനും അച്ഛമ്മ കാര്യം ചോദിക്കുക. എടാ നീ കാരണം എന്തൊക്കെ വിഷയങ്ങളായി വീട്ടിൽ നടന്നതെന്ന് അറിയോ? ദേ സുമിത്രയ്ക്ക് വയ്യാതെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പ്രതീക്ഷ അന്വേഷിക്കുമ്പോഴത്തേക്കിനും എടാ നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. നീ ആ കുഞ്ഞിനെയും കൊണ്ടുപോയില്ലേ? കാണാനില്ല എന്ന് അറിഞ്ഞപ്പോ തൊട്ട് സുമിത്രയ്ക്ക് അത് വലിയ വിഷമമായിരുന്നു. അതിനുശേഷമാണെങ്കിലോ കൊച്ചിനെ അന്വേഷിച്ച് പോലീസും പട്ടാളവും ഒക്കെ ഇവിടെ വന്നു. ദേ ഇപ്പം അവള് തല ചുറ്റി വീഴുകയൊക്കെ ചെയ്തു. അനക്കയില്ലാതെയാണ് ആശുപത്രി കൊണ്ടുപോയത്. ICUലാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ എന്നൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷ പറഞ്ഞു, അച്ഛമ്മ കുഞ്ഞ് എൻ്റെ അടുത്ത് ഇല്ല. എടാ മഹാഭാവി എന്നും പറഞ്ഞ് സരസ്വതി അമ്മ നമ്മുടെ പ്രതീക്ഷനെ ഇങ്ങ് വട്ടം പിടിച്ചു. പ്രതീക്ഷ പിടിച്ചിട്ട് പ്രതീക്ഷനെ ഷർട്ടിന്റെ കോളറിനെ പിടിച്ച് സരസ്വതി കാര്യങ്ങൾ തിരക്കുകയാണ്. എടാ നിന്റെ കൂടെയാണ് കൊച്ചു വന്നത്. കൊച്ചിനെ നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞടാന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ എനിക്കൊരു അബദ്ധം പറ്റി. സംഭവിച്ച കാര്യങ്ങൾ, കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതും കൊച്ചു അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഉറക്കാൻ കിടത്തിയ സമയത്ത് കുഞ്ഞ് എഴുന്നേറ്റ് പോയ കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷ ഇങ്ങനെ ഒന്നും വിടാതെ തന്നെ നമ്മുടെ സരസ്വതി അമ്മയോട് പറയുമ്പോഴത്തേക്കിനും നീ എന്തിനാടാ തിരിച്ചു വന്നത്? ദേ ഇവിടെ മര്യാദക്ക് ഇവരെല്ലാരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. മര്യാദക്ക് എൻ്റെ കൊച്ചിനെ കണ്ടെത്തിക്കൊണ്ട് വാ. എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത് എന്നും പറഞ്ഞ് സരസ്വതി അമ്മ വാവിട്ട് കരയാണ്. ഉള്ള കുഞ്ഞിനെ കണ്ടെത്തി നീ തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞ് സരസ്വതി അമ്മ പ്രതീക്ഷനെ യാത്രയാക്കുക. അപ്പൊ പ്രതീക്ഷ അങ്ങനെ പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ അനിരുദ്ധ് ഡോക്ടറെ വിളിച്ചതനുസരിച്ച് ഡോക്ടറിന്റെ മുന്നിലെത്തി. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും വിഷയമുണ്ടോ? ഡോക്ടർ എന്താ എന്നെ തനിച്ച് കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, വേറൊന്നും അല്ല, ഹൈപ്പർ ടെൻഷൻ കൂടിപ്പോയതാണ് പ്രശ്നം. പിന്നെ അതുകൊണ്ടാണ് മൂക്കിൽ നിന്നും ഒക്കെ ബ്ലഡ് വന്നത്. എന്തായാലും ദേ ഇനി നിന്റെ അമ്മ ഒരിക്കലും തനിച്ചാകരുത് എന്നുള്ള കാര്യം നമ്മുടെ ആ ഒരു ഡോക്ടർ പറയുകയാണ്. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം സുമിത്രയുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? 7 വർഷത്തോളമായി ഡോക്ടറെ. അതിനുശേഷം അമ്മ ഒറ്റപ്പെട്ടാണല്ലേ ജീവിച്ചത്. അമ്മയ്ക്ക് എപ്പോഴും ആരേലും ഒക്കെ ആയിട്ട് കൂട്ട് വേണം. അപ്പം അതാ ആ ഡോക്ടർ അമ്മയെ ഒറ്റപ്പെടുത്തരുത്, നിങ്ങൾ മക്കൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു കൂട്ട് കണ്ടെത്തി കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അനിരുദ്ധ അത് വേണ്ടതുപോലെ ചെയ്യാമെന്നൊക്കെ ഡോക്ടറിന് വാക്ക് കൊടുത്തു. ഇനി പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ദേ സുമിത്രയ്ക്ക് ബോധം തെളിയുന്ന സമയത്ത് സുമിത്രയെ കൂട്ടി നിങ്ങൾക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അനിരുദ്ധ വെളിയിലിറങ്ങി. പിന്നീടാണെങ്കിലോ ഡോക്ടർ നേരെ വരുന്നത് നമ്മുടെ സുമിത്രയുടെ അടുത്തേക്കാണ്. സുമിത്രയെ പതിയെ വിളിക്കുമ്പോഴത്തേക്കിനും സുമിത്ര മെല്ലെ കണ്ണുകളൊക്കെ തുറന്നു. അങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്കിനും എൻ്റെ സ്വരമോൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ചോദിച്ചു, സ്വരമോളോ? അതാരാണ്? അത് എൻ്റെ പേരക്കുഞ്ഞാണ്, എനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞ് നമ്മുടെ അനിരുദ്ധിനെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അതാ അനിരുദ്ധ് അവിടെ വന്ന പാടെ തന്നെ മോനേടാ സ്വരമോള് തിരിച്ചു വന്നോ എന്നുള്ള കാര്യം സുമിത്ര ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മ അത് എന്നും പറഞ്ഞ് അനിരുദ്ധ് ഇങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിത്ര ചോദിച്ചു, എടാ പ്രതീക്ഷനെ വിളിച്ചു പറയ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞപ്പം അനിരുദ്ധ് എന്ന് പറയുന്ന മഹാമണ്ടൻ അവിടെ വെച്ചിട്ട് സുമിത്രയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അമ്മേ കുഞ്ഞിപ്പോൾ പ്രതീഷിന്റെ ഒപ്പം അല്ല ഉള്ളത്, കുഞ്ഞ് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ICUവിൽ അതും ഇത്രയും വയ്യായികയായിട്ട് കൊണ്ടുവന്ന സുമിത്രയുടെ അടുത്ത് ഈ സത്യങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞപ്പോൾ സുമിത്രയാണെങ്കിൽ അതൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ കയ്യിൽ ഇട്ടിരുന്ന ആ ഒരു ട്രിപ്പിന്റെ സൂചിയൊക്കെ അങ്ങ് വലിച്ചൂരി അവൾ അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കിനും ഡോക്ടർ വിലക്കുകയാണ്. അതെ നിങ്ങൾക്ക് ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്, മര്യാദക്ക് അവിടെ കിടക്കെന്ന് പറഞ്ഞപ്പം ഇല്ല ഡോക്ടറെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, കുഞ്ഞിനെ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ആകുള്ളൂ എന്നും പറഞ്ഞ് സുമിത്ര ബഹളം വെക്കാൻ തുടങ്ങി. ഈ സമയത്താണെങ്കിൽ അനിരുദ്ധും സുമിത്രയുടെ പിന്നാലെ പോവാണ്. അങ്ങനെ സുമിത്ര ആ ഒരു റൂമൊക്കെ തുറന്ന് ദാ വെളിയിൽ വരുമ്പോഴത്തേക്കിനും പ്രതീക്ഷ വന്ന് നിൽക്കുന്നതാ കാണുന്നത്. അപ്പൊ സുമിത്രയെ കണ്ട പാടെ തന്നെ പ്രതീക്ഷ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പം സുമിത്രയാണെങ്കിൽ പ്രതീക്ഷ കൊല്ലാനുള്ള അരിശത്തോടു കൂടി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ ഇങ്ങ് പിടിച്ചു. അവൻ്റെ ഷർട്ടിന് കുത്തി പിടിച്ചിട്ട് എവിടെടാ എൻ്റെ കുഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പ്രതീക്ഷ വാവിട്ട് കരയുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ ആ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ അതാ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.